നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണ കാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവിയിൽ പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പമുള്ളത് പത്തനംതിട്ട ജില്ലയിലെ റാന്നി പെരുന്നാട് പഞ്ചായത്ത് പ്രസിഡന്റ് PS മോഹനൻ, തൃശൂർ ജില്ലയിലെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ എന്നിവരാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. എന്റെ പഞ്ചായത്ത് ഇന്ന് ആദ്യം പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് PS മോഹനനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം ശ്രീ PS മോഹനൻ. റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് പ്രധാനമായും മാലിന്യ സംസ്കരണ രംഗത്ത് കൂടുതൽ ഇടപെടലുകൾ നടത്തി മുന്നേറുന്ന ഒരു പഞ്ചായത്താണ്. ഒപ്പം തന്നെ ഒരു കാർഷിക മേഖല കൂടിയാണ്. അതിന് ഒട്ടേറെ പ്രാധാന്യം നൽകി വരുന്നുണ്ട്. എടുത്തു പറയേണ്ടത് കേരളത്തിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ ശബരിമല സ്ഥിതി ചെയ്യുന്നത് റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്തിലാണ്. നിരവധി തീർത്ഥാടകർ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണല്ലോ. എങ്ങനെയാണ് ശബരിമലയും അനുബന്ധ പ്രദേശങ്ങളുമെല്ലാം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്? എല്ലാവർക്കും നമസ്കാരം. റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് ലോകപ്രസിദ്ധമായ ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്താണ്. 82.05 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു കാർഷിക മലയോര ഗ്രാമമാണ് ഇത്. എല്ലാ വർഷവും 3 മാസക്കാലം ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ശബരിമലയിലേക്ക് എത്തിച്ചേരുന്നത്. പ്രതിദിനം 90,000 ആളുകൾ ദർശനത്തിന് എത്തിച്ചേരുന്നുണ്ട്. ഈ തീർത്ഥാടന കാലം വളരെ സുഗമവും തീർത്ഥാടകരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ കേരള ഗവൺമെന്റും ദേവസ്വം ബോർഡും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. തീർത്ഥാടകരുടെ സുഖകരമായ ദർശനമാണ് ഗവൺമെന്റ് ആഗ്രഹിച്ചത്. അത് ഫലപ്രാപ്തിയിലെത്തിക്കാൻ കഴിഞ്ഞു എന്നതിൽ ഏറെ അഭിമാനിക്കാൻ കഴിയും. ഗ്രാമപഞ്ചായത്ത് തീർത്ഥാടന കാലഘട്ടത്തിൽ ശബരിമലയിൽ എത്തിച്ചേരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ആവശ്യമായിട്ടുള്ള ഇടത്താവളങ്ങളിൽ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്നുണ്ട്. പെരുന്നാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പെരുന്നാടുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ഐതിഹ്യങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. പന്തളം കൊട്ടാരവും ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പെരുന്നാട് പഞ്ചായത്തും പെരുന്നാട് പഞ്ചായത്തിലെ കക്കാട്ടുകോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രവുമായിട്ടുള്ള ബന്ധമാണ്. പന്തളം രാജകുടുംബം പെരുന്നാട് കക്കാട്ടുകോയിക്കൽ ക്ഷേത്രത്തിൽ താമസിച്ചുകൊണ്ടാണ് ശബരിമല ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് ചരിത്രം. ശബരിമലയിൽ തിരുവാഭരണം ചാർത്ത് മഹോത്സവത്തിന് ശേഷം തിരുവാഭരണം ചാർത്തുന്ന ഏക ക്ഷേത്രവും പെരുന്നാട് കക്കാട്ടുകോയിക്കൽ ക്ഷേത്രമാണ്. ആ സന്ദർഭത്തിൽ വനിതകൾക്കും ദർശനം നടത്തുവാൻ അവസരമൊരുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ശബരിമല കാലഘട്ടത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്കും അതോടൊപ്പം തന്നെ മറ്റ് ക്രമീകരണങ്ങൾക്കുമെല്ലാം വലിയ തോതിൽ പഞ്ചായത്ത് ഇടപെടുന്നുണ്ട്. മുൻകാലങ്ങളിൽ നിന്നും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പെരുന്നാട് പഞ്ചായത്ത് ആസ്ഥാനത്ത് നിന്നും 55 കിലോമീറ്റർ ദൂരമാണ് ശബരിമല. പഞ്ചായത്തിന്റെ ശബരിമലയുടെ പ്രധാന ഇടത്താവളങ്ങളിൽ ഒന്നാണ് പെരുന്നാട്. പമ്പയും നിലയ്ക്കലും കഴിഞ്ഞാൽ അയ്യപ്പ ഭക്തന്മാർ ഇടത്താവളമായി ഉപയോഗിക്കുന്നത് എരുമേലിയും അതോടൊപ്പം തന്നെ പന്തളവും ആയിരുന്നുവെങ്കിൽ ഇന്ന് പെരുന്നാട്ടിലും അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. പെരുന്നാട് ക്ഷേത്രത്തിലും വാടവൻ ക്ഷേത്രത്തിലും അതോടൊപ്പം തന്നെ പെരുന്നാട് പഞ്ചായത്തിന്റെ മടത്തുമുഴയിലുള്ള ഇടത്താവളത്തിലും അയ്യപ്പ ഭക്തന്മാർക്ക് വിശ്രമിക്കുന്നതിനും വിരിവെക്കുന്നതിനും അവർക്ക് സൗജന്യമായി ഭക്ഷണവും ചികിത്സാ സംവിധാനവും എല്ലാം ഒരുക്കാൻ
ഗ്രാമപഞ്ചായത്ത് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു വരുന്നു. തീർച്ചയായും അതോടൊപ്പം തന്നെ ഈ ശബരിമല യാത്രയുടെ ഭാഗമായി തന്നെ വലിയ രീതിയിലൊരു ഗ്രാമവണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക പദ്ധതി അടക്കം തന്നെ പഞ്ചായത്ത് ആവിഷ്കരിച്ചിട്ടുണ്ടല്ലോ. അതെ, ശബരിമലയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന 5 വാർഡുകൾ മലയോര പ്രദേശമാണ്. അവിടെ നിന്നും പഞ്ചായത്ത് ആസ്ഥാനത്തേക്ക് ആളുകൾ എത്തിച്ചേരണമെങ്കിൽ 50 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണം. എരുമേലി, റാന്നി, നാർണം വഴി, വടശ്ശേരിക്കര വഴി സഞ്ചരിച്ചാണ് പെരുന്നാട്ടിൽ എത്തിച്ചേരുന്നത്. അപ്പം പെരുന്നാട്ടിൽ എത്തിച്ചേരാൻ എളുപ്പവഴി എന്ന നിലയിലാണ് ഗ്രാമവണ്ടി ആസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയത്. പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ ഗ്രാമവണ്ടി അരയാഞ്ഞിൽ മണ്ണിൽ നിന്നും ആരംഭിച്ച് നാരണംതോട് വഴി, പ്ലാപ്പള്ളി വഴി, ലാഹ വഴി, റാന്നി, പെരുന്നാട് ആസ്ഥാനത്ത് വഴി റാന്നിയിലെത്താനും അവിടുന്ന് തിരിച്ച് പത്തനംതിട്ടയിലും തുടർന്ന് വൈകുന്നേരം അരയാഞ്ഞിൽ മണ്ണിൽ സ്റ്റേ ചെയ്യുന്ന സംവിധാനമാണ് ഗ്രാമവണ്ടിയിലൂടെ സജ്ജമാക്കിയിരുന്നത്. പ്രതിദിനം 1.5 ലക്ഷം രൂപ പഞ്ചായത്ത് നൽകേണ്ടതുണ്ട്. പ്രതിമാസം 1.5 ലക്ഷം രൂപ നൽകണം. അങ്ങനെ ഭീമമായ ഒരു തുക കൃത്യമായി അടയ്ക്കുന്നതിൽ ചില കാലതാമസം ഉണ്ടായപ്പോൾ KSRTC അധികൃതർ ആ ബസ് നിർത്തലാക്കുന്നതിനിടയായി. ഞങ്ങൾ ആവശ്യമായ ഫണ്ടുകൾ ലഭ്യമാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വന്നപ്പോഴേക്കും ഗ്രാമവണ്ടി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. പക്ഷേ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് പഞ്ചായത്ത് ആസ്ഥാനത്തും താലൂക്ക് ആസ്ഥാനത്തും എല്ലാം എത്തിച്ചേരാനുള്ള ഏറ്റവും നല്ല ഒരു പദ്ധതിയാണ് ഇതിലൂടെ തകർക്കപ്പെട്ടത്. എന്നാൽ ഞങ്ങൾ നിരാശരായില്ല. ഞങ്ങൾ വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ വർഷം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഒരു ഗ്രാമവണ്ടി ഓടിക്കുന്നതിനുള്ള നടപടിക്രമത്തിലാണ്. അതിനായി 35 ലക്ഷം രൂപ ഈ വാർഷിക പദ്ധതിയിൽ വകയിരുത്തിയിട്ടുണ്ട്. 25 ലക്ഷം രൂപ പ്രത്യേക ഘടക പദ്ധതിയിലൂടെയും 10 ലക്ഷം രൂപ വായ്പയായും സമാഹരിച്ചുകൊണ്ടാണ് കുടുംബശ്രീ ഗ്രാമവണ്ടി ആരംഭിക്കുന്നതിന് പദ്ധതി രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതിന് 2 വനിതാ കണ്ടക്ടർമാർക്കും 2 ഡ്രൈവർമാർക്കും സ്ഥിരമായി ജോലി ലഭ്യമാക്കുന്നതിനും കഴിയത്തക്ക തരത്തിലാണ് അതിനൊരു ബയലൊക്കെ തയ്യാറാക്കിയാണ് ഞങ്ങൾ ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിലൂടെ കിഴക്കൻ മലയോര മേഖലയിലെ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് ഒരു പരിധി വരെ പരിഹാരം കാണാൻ കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായും അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ വനമേഖലയാണ് കൂടുതലായിട്ടുമുള്ളത്. കാടിന്റെ മക്കൾ എന്ന് പറഞ്ഞ് അവർക്കായിട്ടുള്ള ഒരു പ്രത്യേക പദ്ധതി അടക്കം തന്നെ പഞ്ചായത്ത് ആവിഷ്കരിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഇതിലേക്കെല്ലാം തന്നെ എത്തിച്ചേരുന്നത്? പെരുന്നാട് പഞ്ചായത്തിലെ 2 പ്രധാനപ്പെട്ട ആദിവാസി ഉന്നതികളാണ് അട്ടത്തോടും അരയാഞ്ഞിലിമണ്ണും ലാഹയും. ലാഹ മഞ്ഞത്തോട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഭൂമിയും അവർക്ക് താമസിക്കുന്നതിനുള്ള വീടും ഇല്ല എന്നുള്ളതാണ്. ഗവൺമെന്റ് ഇപ്പോൾ 20 കുടുംബങ്ങൾക്ക് ഓരോ ഏക്കർ സ്ഥലം വീതം നൽകിയിട്ടുണ്ട്. അവിടെ വീട് വെച്ച് കൊടുക്കുന്നതിനുള്ള ക്രമീകരണത്തിലാണ്. അവിടെ കാട്ടാനയുടെയും വന്യമൃഗങ്ങളുടെയും ശല്യം ഓരോ ദിവസവും ഉണ്ടായിരുന്നു. അവിടെ ഇലക്ട്രിസിറ്റി എത്തിച്ച് ഏതാണ്ട് 10 കിലോമീറ്റർ ദൂരം സ്ട്രീറ്റ് ലൈൻ സ്ഥാപിക്കുന്നതിനും അവിടെ മിനി മാക്സ് ലൈറ്റ് സ്ഥാപിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് സുരക്ഷിതമായി കഴിയുന്നതിനുമുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾക്ക് കുടിവെള്ള പദ്ധതി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനാന്തരത്തിനുള്ളിൽ പ്രത്യേകം ഒരു ക്രമീകരണം നടത്തി വൈദ്യുതി അവിടെ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഇടപെടലും അവർക്ക് താമസിക്കുന്നതിനുള്ള സംവിധാനവും അവർക്ക് ഭൂമിയും ഇപ്പോൾ നടപ്പിലാക്കുന്നു. ബാക്കി 10-12 കുടുംബങ്ങൾക്ക് കൂടി ഉടനെ കൊടുക്കത്തക്ക തരത്തിലുള്ള നടപടികൾ ക്രമീകരിച്ചു വരുന്നു. പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവിടെയുള്ള ഈ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. മാലിന്യമുക്തം നവകേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയത്തിന് പിന്നാലെ പോകുമ്പോൾ തന്നെ നിരവധിയായിട്ടുള്ള പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും എല്ലാം തന്നെ പഞ്ചായത്ത് നേടിയെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെ ഗൃഹസദസ്, ഹരിത കലണ്ടർ തുടങ്ങിയിട്ടുള്ള പുതിയ പുതിയ പദ്ധതികളും ഞങ്ങളും കൃഷിയിലേക്ക് എന്ന് തുടങ്ങിയിട്ടുള്ളതെല്ലാം തന്നെ ഈ മാലിന്യമുക്തം നവകേരളം എന്നുള്ള ഒരു ആശയത്തിന്റെ പിന്നാലെ തന്നെ നടപ്പിലാക്കി വന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ ഗവൺമെന്റ് ആസൂത്രണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തനത്തിൽ സജീവ സാന്നിധ്യമായി മാറി. കഴിഞ്ഞ ഓണം നാളിൽ
അത്തം മുതൽ 10 ദിവസക്കാലം 5000 ഗൃഹസദസ്സുകൾ ഞങ്ങൾ സംഘടിപ്പിച്ചു. ആ ഗൃഹസദസ്സുകൾ സംഘടിപ്പിക്കുന്നതിന് 500ഓളം റിസോഴ്സ് പേഴ്സൺമാർക്ക് പരിശീലനം കൊടുത്തു. ഹരിത കേരള മിഷന്റെ സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ TN സീമയാണ് ആ പരിശീലനം ഉദ്ഘാടനം ചെയ്തത്. അവരുടെ നേതൃത്വത്തിൽ കൃത്യമായി പഞ്ചായത്തിലെ ഓരോ ഭവനങ്ങളും 30ഓളം വാളണ്ടിയർമാർ ഒരു വാർഡിൽ, അങ്ങനെ ഒരു ദിവസം 500 ഭവനം, അങ്ങനെ 10 ദിവസം കൊണ്ട് 5000 ഭവനങ്ങളിൽ ഞങ്ങൾ കൃത്യതയോടെ മാലിന്യമുക്തമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സുന്ദര പെരുന്നാടിനായി കൈകോർക്കാം എന്ന സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു ബുക്ക്ലെറ്റ് തയ്യാറാക്കി അതിൽ ഒട്ടനവധി കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ ഗൃഹസദസ്സ് ഒരു പുത്തൻ അനുഭവമായിരുന്നു. അന്യം നിന്നുപോയ ഒന്നിനെ കൂട്ടിച്ചേർക്കാൻ ഓരോ വീട്ടിലും ഗൃഹനാഥന്റെ അല്ലെങ്കിൽ ഗൃഹനാഥയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് ആ വീട്ടിലെ വിശേഷങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ, കൃഷിയിടങ്ങളിലെ പ്രശ്നങ്ങൾ എല്ലാം ചർച്ച ചെയ്യപ്പെടുകയും ലഹരിക്കെതിരായി, മാലിന്യത്തിനെതിരായി പ്രതിജ്ഞ എടുപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇതെല്ലാം പങ്കെടുക്കുന്ന RP അതിന്റെ മിനിറ്റ്സ് രേഖപ്പെടുത്തി അത് എല്ലാം തയ്യാറാക്കി പഞ്ചായത്തിന് നൽകുന്ന ഒരു കൃത്യതയോടെ പ്രവർത്തനം വലിയ തോതിൽ ജനങ്ങളുടെ അംഗീകാരം പിടിച്ചു പറ്റാൻ കഴിഞ്ഞു. ഞങ്ങൾ നവംബർ 1-ാം തീയതി എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും ദീപം തെളിച്ചുകൊണ്ട് ഇതിന്റെ സന്ദേശം പ്രചരിപ്പിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ മാർച്ച് 8-ന് 1000ഓളം വരുന്ന വനിതകളെ അണിനിരത്തി ഒരു മെഗാ തിരുവാതിര സംഘടിപ്പിക്കുകയുണ്ടായി. ഒരു പ്രത്യേക ഗാനം ഈണം നൽകി മാലിന്യത്തിനെതിരെ അണിനിരക്കേണ്ടതിന്റെ പ്രാധാന്യം ജനങ്ങളെ ബോധിപ്പിച്ചുകൊണ്ടുള്ള വലിയ തരത്തിലുള്ള മെഗാ തിരുവാതിര. ആ തിരുവാതിരയിൽ പങ്കെടുത്ത വനിതകൾ മാത്രമല്ല, നാട്ടിലെ ഒട്ടനവധി ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഈ തിരുവാതിര കാണാൻ റാന്നി പെരുന്നാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ എത്തിച്ചേരുകയുണ്ടായി. അതിനുശേഷം ഞങ്ങൾ മാർച്ച് മാസം 30-ാം തീയതി സംസ്ഥാന ഗവൺമെന്റ് മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി 29-ാം തീയതി മടത്തുമൊഴി മുതൽ പെരുന്നാട് വരെയുള്ള 2.5 കിലോമീറ്റർ ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ച് ശുചിത്വ ചങ്ങല തീർക്കുകയുണ്ടായി. ഈ പ്രവർത്തനങ്ങളെല്ലാം കൃത്യതയോടെ നടപ്പിലാക്കാൻ 2025 ജനുവരി ആദ്യം തന്നെ ഞങ്ങൾ ഒരു ശുചിത്വ കലണ്ടർ പ്രസിദ്ധീകരിച്ചു. ഓരോ വിശേഷ ദിവസങ്ങളും പച്ച അക്കത്തിൽ അടയാളപ്പെടുത്തി ആ ദിനങ്ങളിൽ പ്രത്യേക പരിപാടികൾ ഞങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുകയുണ്ടായി. എല്ലാ ജനങ്ങളുടെയും മുക്തകണ്ഠമായ പ്രശംസ പിടിച്ചു പറ്റാൻ ഈ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു. സുന്ദര പെരുന്നാടിനായി കൈകോർക്കാമെന്ന ഈ സന്ദേശം പെരുന്നാട്ടിലെ ജനങ്ങൾ ആകെ ഏറ്റെടുത്തു എന്നതാണ് ശുചിത്വ ചങ്ങലയിലൂടെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. അതിനുശേഷം സംസ്ഥാന തലത്തിൽ ഗവൺമെന്റ് വൃത്തി കോൺക്ലേവ് സംഘടിപ്പിച്ചപ്പോൾ തിരുവനന്തപുരത്ത് ഈ പഞ്ചായത്തിന്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുന്നതിനും ഒക്കെയുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചു. ഏറ്റവും മികച്ച പഞ്ചായത്ത് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 10 സ്ഥാപനങ്ങളെ ക്ഷണിച്ചപ്പോൾ അതിലൊന്നായി പെരുന്നാടിനെ അംഗീകരിച്ച് അവിടെ അതിന് അവാർഡ് ലഭിക്കുന്നതിന് കഴിഞ്ഞു. ആ തരത്തിൽ മാലിന്യമുക്ത നവകേരള ക്യാമ്പയിൻ വളരെ ഫലപ്രദമായി ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും അത്തരത്തിലുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ലഹരിക്കെതിരെയും അതോടൊപ്പം തന്നെ ഈ ഗൃഹസദസ്, ഹരിത കലണ്ടർ തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഭാവിയിലേക്ക് എന്തൊക്കെ പദ്ധതികളാണ് പഞ്ചായത്ത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്? സമഗ്രമായ ഒരു വികസന പ്രവർത്തനമാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. പഞ്ചായത്ത് അധികാരമേൽക്കുന്ന സന്ദർഭത്തിൽ പഞ്ചായത്തിലെ 30 വീടുകൾ ചേർത്തുള്ള അയൽ സഭകൾ ഞങ്ങൾ രൂപീകരിച്ചിരുന്നു. 175 അയൽ സഭകൾ, വാർഡ് വികസന സമിതി, പഞ്ചായത്ത് വികസന സമിതി. അത്തരത്തിൽ ചിട്ടയോടുകൂടിയ ഒരു പ്രവർത്തനമാണ് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിരുന്നത്. ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള വികസനം എന്നതാണ് പഞ്ചായത്തിന്റെ കാഴ്ചപ്പാട്. ഞാൻ പഞ്ചായത്ത് രാജ് സംവിധാനം വരുന്നതിന് മുമ്പ് ഒരു ജനപ്രതിനിധിയാകാൻ അവസരം ലഭിച്ച ആളാണ്. 95 മുതൽ 2000 വരെ ഉള്ള കാലയളവിലും 20 മുതൽ ഈ 25 വർഷക്കാല ഈ അവസാന ഘട്ടത്തിലും പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ജനകീയാസൂത്രണം ആരംഭിക്കുന്ന 96 മുതൽ മികച്ച പഞ്ചായത്ത് എന്ന തരത്തിൽ 2 തവണ അവാർഡ് ലഭിച്ച ഒരു പഞ്ചായത്താണ്. 96, 97-ലും 99, 2000 കാലഘട്ടത്തിലും സ്വരാജ് ട്രോഫിയും പ്രത്യേക ധനസഹായമായി 1 ലക്ഷം രൂപ വീതവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന് ലഭിച്ചിരുന്നു.
അങ്ങനെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ഈ അധികാര വികേന്ദ്രീകരണ രംഗത്തൂടെ വന്ന നേരിട്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. മുൻപുണ്ടായിരുന്ന പഞ്ചായത്തിന്റെ അധികാരങ്ങൾ അത്രമാത്രം ഉണ്ടായിരുന്നില്ല. ഇത് പദ്ധതി രൂപപ്പെടുത്താൻ, പദ്ധതി നിർവഹണം നടത്താൻ, അതോടൊപ്പം തന്നെ എത്ര രൂപയുടെ വികസന പ്രവർത്തനം ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു വികസന സംസ്കാരം കേരളത്തിൽ രൂപപ്പെടുത്താൻ കഴിഞ്ഞത് ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിലൂടെയാണ്. ആ ജനകീയാസൂത്രണ പ്രസ്ഥാനം 30 വർഷത്തോളമാകുന്നു. അതിന്റെ വലിയ വലിയ നേട്ടങ്ങളാണ് ഞങ്ങളുടേതുപോലുള്ള ഒരു ഗ്രാമത്തിൽ രൂപപ്പെടുത്താൻ കഴിഞ്ഞത്. ഓലമേഞ്ഞ തീർച്ചയായും പത്തനംതിട്ട ജില്ലയിലെ റാന്നി പെരുന്നാട് പഞ്ചായത്തിന്റെ വികസന വീടുകളും പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് പങ്കുവച്ചത്. ഭാവി വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീ PS മോഹനൻ.